എന്തായാലും ഇത് ശ്രമിച്ചു നോക്കാമെന്നും പറഞ്ഞ് പിറ്റേന്ന് ഹീറോയിൻ ഫ്ലാഷ് ചെയ്യും. അതവൻ ഇഷ്ടപ്പെട്ടു. അവൻ വെയിറ്റ് നിക്ക് മിസ് നിക്കെന്നും പറഞ്ഞ് ഹീറോയിന് പുറകെ പോവാണ്. കിട്ടിയ തക്കത്തിന് മഞ്ഞപ്പുള്ള ഓടി വന്ന് ഫുഡിനകത്ത് മരുന്ന് കലർത്തി കളയും. ഹീറോയിൻ അവനെ പറ്റിച്ച് ടാറ്റയും പറഞ്ഞ് ഓടുന്നു. ഇയാൾ തിരിച്ചു വന്ന് ഭക്ഷണവുമായി നേരെ ഈ ഓഫീസിലെ ആൾക്കാർക്ക് ഡെലിവറി ചെയ്യും. കുറെ സമയം കഴിഞ്ഞ് ഇവര് മയങ്ങിപ്പോയി എന്നറിയുമ്പോൾ നമ്മുടെ ആൾക്കാർ ഈ കമ്പനിക്കകത്തേക്ക് എൻ്റർ ആവുന്നു. എല്ലാവന്മാരും നല്ല ഉറക്കം. 3 പേരകത്ത് കയറി ഫസ്റ്റ് ബോസിന്റെ മുറി അത് ഹാക്ക് ചെയ്ത് തുറന്നു. ഇനി അകത്തെ മെയിൻ സേഫ് 2 നമ്പർ ഇട്ട് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 2 നമ്പർ അറിയണം. ഇയാൾ സ്റ്റെതസ്കോപ്പും വെച്ച് സൗണ്ട് വെച്ച് തിരിക്കുകയായിരിക്കും. പക്ഷെ തുറക്കുന്നില്ല. ഒരുപാട് സമയമായി. ഇവരകത്ത് കാട്ടിക്കൂട്ടുന്ന കൂട്ടായികളൊക്കെ നമ്മുടെ ബാക്കിയുള്ള പിള്ളേര് വാനിൽ നിന്ന് കാണുന്നുണ്ടാവും. അവർ CCTV ഹാക്ക് ചെയ്തല്ലോ. ഒരുപാട് സമയമായി. ഇവർ തുറക്കുന്നില്ല. അവസാനം പുറകിൽ ആരോ വന്ന് ഇവരെ തോണ്ടുമ്പോൾ ഞെട്ടിത്തിരിയാണ്. നോക്കുമ്പോൾ ഹീറോയിനായിരിക്കും. സമയം കുറെ ആയില്ല, ഇവർ തുറന്നിട്ടില്ല. നമ്മൾ പിടിക്കപ്പെടും. ആ മരുന്നിന്റെ ഡോസ് കഴിയാനായി. അവരെഴുന്നേക്കും. എത്രയും പെട്ടെന്ന് നോക്കെന്നും പറഞ്ഞ് വീണ്ടും ഡാഡി തിരിക്കാൻ തുടങ്ങുന്നു. തിരിച്ച് അവസാനം കറക്റ്റായി. നമ്പർ കറക്റ്റായി. തുറന്നു നോക്കുമ്പോൾ നിറച്ച് പണം. ഉടനെ ഇവർ വാരി കൂട്ടാൻ തുടങ്ങും. വാരി കൂട്ടുമ്പോഴാണ് പെട്ടെന്ന് ലൈറ്റ് തെളിയുക. അവിടെ ഉറങ്ങിക്കിടന്ന ഒരു വില്ലൻ എഴുന്നേറ്റ് വന്നിരിക്കുക. എന്താടാ ഇവിടെ നടക്കണമെന്ന് ചോദിച്ചിട്ട്. ഭാഗ്യത്തിന് മഞ്ഞപ്പുള്ള അവന്റെ മണ്ടയ്ക്കടിച്ചവനെ ബോധം കെടുത്തി ഇവരെ രക്ഷപ്പെടുത്തും. കിട്ടിയ സമയം കൊണ്ട് പണമായി. ഇവർ എസ്കേപ്പായി കഴിഞ്ഞു. വീട്ടിലേക്ക് വന്ന് പരസ്പരം പങ്കുവെക്കുകയാണ്. എല്ലാവർക്കും സന്തോഷമായി. ഇനിയിപ്പോൾ ആരുടെയും കണ്ണിപ്പെടാതെ എല്ലാവരും പല ഭാഗത്തേക്ക് പിരിഞ്ഞു പോകണം. ഒരു സംശയവും ആർക്കുണ്ടാവരുത്. പറ്റുമെങ്കിൽ വേഷം മാറി നടക്കുക. ഈ മഞ്ഞക്കാരനെയാണ് എൻ്റെ പേടിയെന്ന് അങ്കിള് പറയും. ഞാൻ മാറാൻ പോണ ചേഞ്ച് നിങ്ങൾക്കറിയില്ലല്ലോ. ഒരുത്തനും എന്നെ കണ്ടുപിടിക്കില്ല എന്നാണ് മഞ്ഞപ്പുള്ള പറയുന്നത്. ഈ സംഭവം ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞെങ്കിലും ഹീറോയിൻ ഇപ്പോഴും അപ്പൻ്റെ അടുത്ത് മിണ്ടാൻ തയ്യാറല്ല. നിങ്ങൾ എന്തെങ്കിലും കാണിക്കുക, ഞങ്ങളുടെ പണി കഴിഞ്ഞു എന്നും പറഞ്ഞ് ചേച്ചി കസിനെയും വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പോഴാണ് മഞ്ഞപ്പുള്ള ഓടി വരുന്നത്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? നിങ്ങളുടെ വീട്ടിലേക്ക് ഞാനും വരട്ടെ എന്ന് അയാൾ ചോദിക്കും. അതിനെന്താ, ഞങ്ങൾ മാറുന്ന സ്ഥലത്തേക്ക് നീയും വന്നോളൂ. ഞങ്ങൾ മാറിക്കഴിഞ്ഞ് നിനക്ക് മെസ്സേജിലൂടെ അറിയിക്കാമെന്നും പറഞ്ഞിട്ട് ഇവർ പോകാൻ നിൽക്കുകയാണ്. പോകാൻ നേരത്ത് പറയും, ആരുടെയും കണ്ണി പെടുന്ന രീതിയിൽ നടക്കണ്ട, വേഷം മാറി നടന്നോന്ന്. പിന്നെ ഞാൻ മാറാൻ പോകുന്ന വേഷം കണ്ടു കഴിഞ്ഞാൽ ഒരുത്തിനും മനസ്സിലാവില്ല. അത്രയും ചേഞ്ച് ഉണ്ടാവുന്നവൻ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിയുമ്പം പിറ്റേന്ന് കളിക്കാരനും ജോലിക്കാരും അവർക്ക് മനസ്സിലായി സേഫ് ഏതോ വിദഗ്ധർ അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഏതോ പ്രൊഫഷണൽ ആൾക്കാരാണ് ബോസ്. അവര് നമ്മുടെ CCTV ഫുട്ടേജ് വരെ വൈപ്പ് ചെയ്തിട്ടാ പോയിരിക്കുന്നു. ഒരു അടയാളവുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഒരു അടിക്കാരൻ പറയും, എൻ്റെ കാറ് ഞാൻ പുറത്ത് നിർത്തിയിരുന്നു, അതിൽ ഡാഷ്ബോർഡ് ക്യാമറയിൽ എന്തെങ്കിലും തെളിഞ്ഞിട്ടുണ്ടാവണം, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ഇവരത് കൊണ്ടുവന്ന് പ്ലേ ചെയ്യുമ്പോൾ ഒരുത്തനെ കാണും. ഒരു മാസ്ക് വെച്ച മനുഷ്യന്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഇവർ പറയുന്നുണ്ട്. നോക്കുമ്പം അത് മറ്റാരുമല്ല, നമ്മുടെ മഞ്ഞപ്പുള്ളയാണ്. ഇപ്പം അവൻ കറുത്ത പുള്ളയായി മാറിയിരിക്കുന്നു. ഭയങ്കരമായ ചേഞ്ച് ആണത്രേ. സാറ് കടയിൽ ചെന്ന് കുറെ തുണിയും മണിയൊക്കെ വാങ്ങിച്ചിട്ട് സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോവായിരിക്കും. ഇവർ ഈ അടിക്കാർ പുറകെ ഓടി വന്ന് ഇത് താനല്ലടാന്നും പറഞ്ഞ് മൊബൈലിൽ ഇവന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവൻ കൊള്ളയടിക്കാൻ പോയ സമയത്തെ ഫോട്ടോ. അതിൽ മഞ്ഞ തുണിയുമ കറുത്ത വരെയാണെങ്കിൽ ഇവിടെ കറുത്ത തുണിയുമ മഞ്ഞ വരാം. അത് ഞാനല്ല എന്ന് ഇവൻ പറയുമ്പോൾ തന്നെ ഇവർ പൊക്കിയെടുത്തുകൊണ്ട് പോയി. അവനെ കുറെ തല്ലിയപ്പം ചെയ്ത് ഞാനാണ്, ഈ പണമാണ് എൻ്റെ കയ്യിലുള്ളതെന്നും പറഞ്ഞ് അവനുള്ള പണം തിരിച്ചു കൊടുത്തു. നീ മാത്രമല്ലല്ലോടാ, നിന്റെ കൂട്ടാളികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ഇവരവന്റെ കൈ വെട്ടാൻ പോവുകയാണ്. ഇവൻ ഞാൻ പറയാമെന്ന് പറയുമെങ്കിലും അവസാനം വരെയും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്, പണം എവിടെ പോയി എന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. ഇവന്റെ കൈ വെട്ടി മുറിച്ച് മാറ്റുന്നും പറഞ്ഞ് ഓർഡർ കൊടുത്തിട്ട് കളിക്കാരൻ വെയിറ്റ് ചെയ്യുമ്പോൾ അവന്റെ മൊബൈലിലേക്ക്, അതായത് മഞ്ഞപ്പുള്ളയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. ഞങ്ങൾ ഇവിടെയാണ് താമസം മാറിയെന്നും പറഞ്ഞ് ഹീറോയിനും കസിനും അഡ്രസ്സ് കൊടുത്തിരിക്കുക. സോ ഇനി ഒന്നിന്റെ ആവശ്യമില്ല. അവരെ മേൽവിലാസം കിട്ടി. അവരെ പൊക്കിയ ബാക്കിയുള്ളവരെ പൊക്കാൻ എത്ര സമയം വേണം? എല്ലാത്തിനെയും പൊക്കിയവർ. ഈ മണ്ടൻ മഞ്ഞപ്പ കാരനാണ് എല്ലാവരും കുടുങ്ങിയത്. നീയല്ലടാ ഞങ്ങൾ പറഞ്ഞു കൊടുത്തതെന്നും പറഞ്ഞ് അങ്കിള് മാമൻ മഞ്ഞപ്പുള്ളിയോട് ചൂടാകുന്നുണ്ട്. അപ്പോഴാണ് വില്ലൻ വരിക. ഇതിലൊരു 15 ലക്ഷം രൂപ കൊടുത്ത് ഹീറോയിൻ്റെ അച്ഛൻ ഡാഡി കിട്ടിയ പണം കൊടുത്തൊരു ലാൻഡ് വാങ്ങിച്ചു. പക്ഷെ അതാണെങ്കിൽ ഒരു പൊട്ടക്കാട്. അത് കഴിഞ്ഞ് അങ്കിള് കിട്ടിയ പണം റെസ്റ്റോറൻറ്റിന് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. ഞാൻ അവിടെ കിട്ടുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് നിങ്ങൾക്ക് തരാം, എന്നെ കൊല്ലാതെ വെറുതെ വിടുമോന്ന് ചോദിക്കുകയാണ് പുള്ളി. അത് കഴിഞ്ഞ് നമ്മുടെ ഹാക്കർ അവൻ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണമെല്ലാം ആശുപത്രിയിൽ അടച്ചു കഴിഞ്ഞു. നമ്മുടെ പെൺപിള്ളേരാണെങ്കിൽ പുതിയ വീട് വാങ്ങിച്ചു. അങ്ങനെ അവരുടെ പണം ചിലവായി. മഞ്ഞപ്പുള്ളിയുടെ കയ്യിൽ മാത്രം കുറച്ച് പണമുണ്ട്. ആ പണം എടുത്തിട്ട് ഇവനെ കൽക്കോറിക്ക് വിറ്റ് കളയാം. പക്ഷെ ബാക്കിയുള്ളവരെ കയ്യിൽ നിന്ന് എങ്ങനെ പണം പറ്റും? ഡാഡി പറയും, എൻ്റെ സ്ഥലം വേണമെങ്കിൽ നിങ്ങൾ എടുത്തോന്ന്. അത് കേൾക്കുമ്പോൾ വില്ലൻ പറയാണ്, ഞാൻ ഓൾറെഡി ആ സ്ഥലം അന്വേഷിച്ചു, 50,000 രൂപയ്ക്ക് പോലും പോകൂല. അതിനാണോടാ മാണ്ട 15 ലക്ഷം രൂപ കൊടുത്ത്. വില്ലന്റെ തെറി പോരാതെ അങ്കിളുടെ തെറിയും കൂടെ. പോണിടത്തൊക്കെ പറ്റിക്കപ്പെടുക പുള്ളി പാവം. എല്ലാവന്മാരെയും വിറ്റേക്ക്. ഈ പെണ്ണുങ്ങളെ പ്രോസ്റ്റിറ്റ്യൂഷന് വിറ്റേക്ക്. ബാക്കിയുള്ളവന്മാരുടെ കയ്യിൽ നിന്ന് ഓർഗൻസ് എടുക്ക്. അല്ലാതെ നമുക്ക് വേറെ വഴിയില്ലെന്നും പറഞ്ഞ് ഇയാൾ തിരിഞ്ഞടക്കാണ്. എല്ലാവരും കൂടെ കാലേ വീഴും. സാർ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാം, ഒരൊറ്റ ചാൻസ് തരൂ, എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള കാര്യം വില്ലപ്പന് സ്പാർക്ക് ചെയ്യും. പുള്ളിക്കാരൻ്റെ മൈൻഡിൽ എന്തോ ഒരു ഡേറ്റി ബ്ലാസ്റ്റി പ്ലാനുണ്ട്.
സംഭവം നമ്മുടെ പണക്കാരി ചേച്ചിയെ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്ലാനാണ്. പുള്ളിക്കാരിക്കാണെങ്കിൽ വലിയ ക്ലബ്ബും ഒരുപാട് ഇല്ലീഗൽ ബിസിനസ്സുകളൊക്കെ ഉണ്ട്. അത് നോക്കി നടത്തുന്ന മാനേജറാണ് നമ്മുടെ മാനേജർ, കളിക്കാരൻ ചെക്കൻ. ഒരു വീട്ടിലെ വളർത്തു നായയെ പോലെ ആള് വിശ്വസ്തനാണ്. മറ്റുള്ള അക്കന്മാർക്കൊക്കെ ചേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എന്റെ വളർത്തു പട്ടിയാന്ന് പറഞ്ഞിട്ട്. ആ സ്ഥാനമേ ഉള്ളൂ അണ്ണൻ. അതിലാണ് അണ്ണൻ അക്കയുടെ പണം അടിച്ചു മാറ്റുകയാണെങ്കിൽ ഫുൾ സെറ്റിൽഡാ. എല്ലാം ബ്ലാക്ക് മണി, ഇട്ട് മൂടിയ തീരാത്ത അത്രയും പണം. അത് എവിടെയാണ് ഉള്ളതെന്നും അറിയാം. ചെറിയ വില്ലൻ ആ സ്പോട്ട് കാണിച്ചു കൊടുത്തിട്ട് ഒരുപാട് പണം ആ പഴയ വീട്ടിലെ സെക്യൂരിറ്റി ലോക്കറിലുണ്ട്. ഒരു കാവൽക്കാരനേ ഉള്ളൂ. അയാൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകും. ആ സമയത്ത് വേണം നിങ്ങൾ ഹിറ്റ് ചെയ്യാൻ. എന്നെ പറ്റിച്ച് പണം എടുത്തെങ്കിൽ അവിടുത്തെ സേഫും തുറക്കാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബാക്കി കാര്യങ്ങൾ പോകുന്ന വഴി ഞാൻ സഹായിക്കാം. അപ്പൊ ഇവര് ചോദിക്കും, നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾ സക്സസ് ആയാൽ ഞങ്ങളെ വെറുതെ വിടുമെന്ന്. അപ്പൊ വില്ലൻ ചിരിച്ചിട്ട്, വെറുതെ വിടുക മാത്രമല്ല, അതിലൊരു പങ്ക് പണവും ഞാൻ തരും. എന്താ റെഡിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവര് വേറെ വഴിയില്ലാതെ സമ്മതിക്കും. എല്ലാം പ്രശ്നം ഒറ്റയടിക്ക് തീരുമല്ലോ. അങ്ങനെ ഇവര് പഴയ അവരുടെ വാനിൽ തന്നെ ഈ സേഫുള്ള വീടിനെ വാച്ച് ചെയ്യാണ്, മാറിയിരുന്ന് വാച്ച് ചെയ്യാണ്. ഇവരാണുങ്ങളെല്ലാം ഈ വാനകത്തായിരിക്കും. നമ്മുടെ 2 പെമ്പിള്ളേരെ വില്ലന്മാര് കസ്റ്റഡിയിൽ മറ്റൊരു സ്ഥലത്ത് കാറി ഇരുത്തിയിട്ടുണ്ടാവും. കാവൽക്കാരൻ ഉച്ച ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയം നോക്കി ഹാക്കറും ഡാഡിയും കൂടി വീടിനകത്തേക്ക് പോകുന്നു. നമ്മുടെ മഞ്ഞപ്രയും അങ്കിളും പുറത്ത് കാവൽ നിൽക്കുകയാണ്. ആരെങ്കിലും വരുന്നത് നോക്കിയിട്ട് 2 ഭാഗത്ത്. ഫസ്റ്റ് ഈ റൂമിന്റെ ലോക്ക്, വാതിൽ ലോക്കൊരു നമ്പർ കോഡായിരിക്കും. അത് നമ്മുടെ ഹാക്കർ ഹാക്ക് ചെയ്ത് ലോക്ക് തുറക്കും. അങ്ങനെ ഇവരകത്ത് കയറി. ഈ സമയം ഒരു വഴിപോക്കൻ മുത്തപ്പൻ, ആ ഏരിയയിലുള്ള ഒരു മുത്തപ്പനാ. പുള്ളിക്കാരൻ അങ്കിളെ കണ്ടിട്ട്, താൻ ആരാ, ഇവിടെ കണ്ടിട്ടില്ലല്ലോ, താൻ ഇവിടെ എന്താ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പൊ അങ്കിളാണെങ്കിൽ രക്ഷപ്പെടാൻ എന്തേലും പേര് പറയണ്ടേ. ഞാൻ ഹുവാൻജി ജോൻ്റെ അങ്കിളാണ്. ആരുടെ അങ്കിളാ? യുവാൻജോൻ്റെ അങ്കിള്. മുത്തപ്പന് പേര് ശരിക്കും കേൾക്കൂല. പുള്ളി ചോദിക്കും, ഗുവാൻജോന്റെ അങ്കിളാണോ? ആ അതെ, ഗുവാൻജോന്റെ അങ്കിളാ, സിയോളിലുണ്ടായിരുന്ന ഗുവാൻജോന്റെ അങ്കിള്. ഓ അത് ശരി. പയ്യനെ കാണാൻ വന്നതാ, കാത്തിരിക്കുകയാണോ? ശരി, എന്നാ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നും പറഞ്ഞു ഭാഗ്യത്തിന് മുത്തപ്പൻ അവിടെ നിന്ന് പോയി കിട്ടി. ഹാക്കറും ഡാഡിയും ചേർന്ന് വീടിന്റെ ലോക്ക് തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് വലിയ പാടി പോയി പെട്ടതായിട്ട് മനസ്സിലാക്കുക. സംഭവം അവിടെ ഒരു ബഡാമാസ് ലോക്ക്, അതും ഡിജിറ്റൽ ലോക്ക്, തുറക്കാന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല. ഹാക്കർ ഇരുന്ന് പണി തുടങ്ങും. കുറെ സമയമായി ഇവര് വിളിക്കുകയാണ്. നമ്മുടെ സെക്കൻഡ് പാർട്ട്ണർ ഡാഡിയെ വിളിച്ച് പറയും, പെട്ടെന്ന് പണി തീർത്തില്ലെങ്കിൽ 2 പിള്ളേരെയും കൊന്നുകളയെന്ന് പറഞ്ഞിട്ട്. ഹാക്കർ കുറേ നേരം ശ്രമിച്ചു, പക്ഷെ പണി നടക്കുന്നില്ല. ചെറുക്കൻ പറയും, ചേട്ടാ നടക്കൂല, ഇത് ഹെവി ലോക്കാ, എന്നെ കൊണ്ട് കഴിയുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. ഡാഡി കെഞ്ചാണ്, ഇങ്ങനെ പറയല്ലേ, എന്റെ മോളുടെ ജീവൻ ആപത്തില്ല, എന്തെങ്കിലും ചെയ്യും. ഉടനെ എന്തോ ആലോചിച്ചിട്ട് ഈ പുള്ളിക്കാരൻ ആർക്കോ മെസ്സേജ് അയക്കുന്നുണ്ട്. ആർക്കാന്ന് ചോദിക്കുമ്പോൾ ഈ സേഫ് തുറക്കാൻ പറ്റുന്ന ആ ഒരേ ഒരാൾക്ക്, ഈ നാട്ടിലുള്ള ആ പ്രമുഖ കള്ളന്. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും നമ്മുടെ ചോറ് തിന്നാൻ പോയ ചേട്ടൻ തിരിച്ചു വരുന്നു. അവിടുത്തെ കാവൽക്കാരൻ, ഇയാള് വന്നു കയറിയ പണിയെല്ലാം പാടില്ലേ, എന്തേലും ചെയ്ത് നിർത്തടാന്ന് പറയാം അങ്കിള് നമ്മുടെ മഞ്ഞപ്പിള്ളയോട്. മഞ്ഞപ്പിള്ള ഓടിച്ചെന്ന് ഇവന്റെ സൈക്കിളിന് മുന്നിൽ വീഴും. എന്നെ കൊന്നേ, എന്നെ ഇടിച്ചു കൊന്നേന്ന് പറഞ്ഞ് ഇയാളെ ടയറിനടിയിൽ കയറി കിടക്കുക. ഉടനെ അങ്കിൾ ഒരു ഷവൽ എടുത്തുകൊണ്ട് വരും. എന്റെ ചെക്കനെ നീ ഇടിച്ചു കൊന്നോടാ, എനിക്ക് ആകെയുള്ള അനന്തരവനത്. എത്ര വലിയ ആക്സിഡന്റ് ആണ് സംഭവിച്ചത്, അവനെങ്ങാനും ചത്തുപോയിരുന്നെങ്കിലോ. നീ മദ്യപിച്ച് സൈക്കിൾ ഓടിക്കുന്നോടാ, എടുത്തോ വേഗം എടുത്തോ, അവൻ ഇപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ കൊലക്കേസിൽ നീ അകത്താവെന്നും പറഞ്ഞ് ആ പാവത്തിനെ മിരട്ടി അവന്റെ തോളത്ത് കയറി ഇരുന്നിട്ട് ഇയാള് സൈക്കിളും ചവിട്ടി അവൻ ആശുപത്രി കൊണ്ടുപോവാണ്. പാവം. ഈ സമയത്താണ് ആ പെരുങ്കള്ളൻ വരുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ഹാക്കർ ചെറുക്കന്റെ അമ്മ തന്നെയാണ്. ഇത്രയും നേരം മുഖം കാണിച്ചില്ലായിരുന്നു. ചെക്കന്റെ കള്ളത്തരത്തിന്റെ ഉറവിടം ഇവിടുന്നാണ്. അവര് വന്ന ഉടനെ പണി തുടങ്ങും. നീ ഇങ്ങനെ എന്തേലും കുഴപ്പത്തിൽ ചെന്നപ്പെടുമെന്ന് എനിക്കറിയാടാ, ഒരു ബോധമില്ലാത്ത ചെറുക്കെന്ന് പറഞ്ഞിട്ട് അവര് ലോക്ക് തുറക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് ഡാഡിയോട് ചോദിക്കും, താൻ പഴയ ആളാണല്ലേ, കുറെ കാലം ജയിലിൽ കടന്നു തോന്നുന്നു, ഡിജിറ്റൽ ലോക്കിനെ കുറിച്ചൊന്നും അറിയില്ല, താൻ ജയിലിൽ തന്നെ കടന്നാൽ മതിയായിരുന്നു, ഈ കാലഘട്ടത്ത് പുറത്തു വന്ന് എന്ത് ചെയ്യാനാ. ഇതും പറഞ്ഞ് അമ്മച്ചി ലോക്ക് തുറക്കാൻ ശ്രമിക്കുന്നു. നടക്കുന്നില്ല. ഇത് നടക്കില്ല, വലിയ കേസിലാണ് നമ്മൾ ചെന്നപ്പെടുക, നമ്മുടെ ജീവൻ ബാക്കി ഉണ്ടാവില്ല, വേറെന്തെങ്കിലും വഴി നോക്കാന്ന് പറഞ്ഞിട്ട് അക്ക മോനെയും വിളിച്ച് ഇറങ്ങിപ്പോവായിരിക്കും. പക്ഷെ ഡാഡി വിടില്ല. ഞാൻ കെഞ്ചി ചോദിക്കുകയാണ്, എന്റെ മോളുടെ ജീവൻ ആപത്തിലാവും, അവന്മാരുടെ കയ്യിൽ എന്റെ മോള്, എന്തെങ്കിലും ചെയ്ത് ഇതൊന്നും തുറന്നു തരൂ, ഈ പഴിയെല്ലാം ഞാൻ ഏറ്റെടുത്തോളാം, ഇവിടെ നടക്കുന്നതിന്റെ എല്ലാ പഴിയും ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ എന്നെ പ്രതിയാക്കി പോലീസിൽ സറണ്ടർ ആവാം, നിങ്ങൾ ആരും കുടുങ്ങില്ല, ദയവ് ചെയ്ത് എന്റെ മോളുടെ ജീവൻ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് അപ്പൻ മുട്ടുകുത്തി കരയാൻ തുടങ്ങും. ആ കരച്ചിൽ കേട്ട് വേറെ വഴിയില്ലാതെ മനസ്സലിഞ്ഞ് അമ്മച്ചി ലോക്ക് തുറക്കാൻ സമ്മതിക്കുകയാണ്. വീണ്ടും ഇവര് കുറച്ചു നേരം പരിശ്രമിച്ചാൽ ലോക്ക് തുറക്കും. ഈ നേരത്ത് മഞ്ഞപ്പുള്ളേനെയും കൂട്ടി അങ്കിള് ഏതോ ആശുപത്രിയിൽ കൊണ്ടുവന്ന് തൊപ്പിക്കാരനെ മിരട്ടി അവനെ കിടത്തിയിരിക്കുക. തൊപ്പിക്കാരനാണെങ്കിൽ മനസ്സിലാവുന്നില്ല ഇവിടെ എന്താ സംഭവിക്കണേന്ന്, അവന്റെ ജീവിതത്തിൽ ഇതെന്താ സംഭവിക്കണേന്ന് അയാൾക്ക് പിടികിട്ടിയിട്ടില്ല. ഇപ്പോഴും ഷോക്കിലാണ് അണ്ണൻ. ആ നേരം ഇവിടെ ലോക്ക് ഓപ്പണായി. ഇവര് സേഫ് തുറന്ന് വീണ്ടും അകത്തേക്ക് കയറി. അവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. ഇതേതൊരു ഹോട്ടൽ മുറി പോലെ ഇരിക്കുന്നു, അകത്ത് സേഫ് ഒന്നും കാണുന്നില്ല. പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവര് മുറിക്ക് ചുറ്റും നടക്കുമ്പോഴാണ് അവിടെ വലിയൊരു മദ്യക്കുപ്പി, അതിലറിയാതെ ചെറുക്കൻ കൈവയ്ക്കുമ്പം മുന്നിലുള്ള വലിയൊരു ഡോറ് തുറക്കും. അതാണ് യഥാർത്ഥ സേഫ്. കെട്ട് കണക്കിന് പണം, നിറച്ചും പണം.
ഒരു ബാങ്കിൽ പോലും ഉണ്ടാവില്ല ഇത്രയും പണം. അങ്ങനെ സേഫ് തുറന്നവർക്ക് പണം കിട്ടി. ഉടനെ ഡാഡി വിളിച്ച് പാർട്ട്ണറോട് പറയും പണം കിട്ടിക്കഴിഞ്ഞു, ഞങ്ങൾ വാനി കയറ്റാണെന്ന്. അതേ ന്യൂസ് അങ്കിൾ മാമനും കിട്ടും. ഉടനെ മാമൻ മഞ്ഞപ്പുള്ളി എഴുന്നേപ്പിച്ച് ഇവനിപ്പോൾ കക്കൂസി പോണം, നിങ്ങൾ ആരും കൂടെ വരണ്ട, ഞാൻ കൊണ്ടുപോകാന്നും പറഞ്ഞ് അവനെയും വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങായിരിക്കും. ഈ നേരത്ത് നമ്മുടെ പാർട്ട്ണറെ കൂടെയുള്ള അടിക്കാരൻ അയാളെ വിളിച്ച് കളിക്കാരനോട് പറയും പണം കിട്ടിയെന്ന്. എന്നാൽ പാർട്ട്ണർ ഇപ്പൊ വിളിച്ച് പറയേണ്ട ആവശ്യമില്ലടാ, നമ്മൾ പണം നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങുന്നു. അപ്പോഴാണ് ഇയാളൊരു ശബ്ദം കേൾക്കുക. മറ്റേ കളിക്കാരൻ പറയുന്നുണ്ട് അടിക്കാരനോട്, പാർട്ട്ണറെ വിശ്വസിക്കണ്ട, അവൻ ചിലപ്പോൾ പണവുമായിട്ട് മുങ്ങാനുള്ള സാധ്യതയുണ്ട്, എന്തേലും കുഴപ്പം നിനക്ക് തോന്നുകയാണെങ്കിൽ അവനെ തട്ടിയേക്കുന്നു. സംഭവം പാർട്ട്ണർ വിചാരിച്ചതും അതേ കാര്യമാണ്. കൂട്ടുകാരൻ കളിക്കാരനത് മനസ്സിലാക്കിയിരുന്നു നേരത്തെ. അവൻ ഈ അടിക്കാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിക്കാരൻ പെട്ടെന്ന് കത്തിയെടുക്കും. പാർട്ട്ണർ അത് തടഞ്ഞ് രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം. ഈ ഗ്യാപ്പിന് നമ്മുടെ 2 ചേച്ചിമാരും ഒച്ച വെച്ച് നിലവിളിച്ച് കാറിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അപ്പോഴേക്കും പാർട്ട്ണർ ആ അടിക്കാരനെ കൊന്നു കഴിഞ്ഞു. അവൻ അയാളെയും കൊന്നിട്ട് കാറെടുത്ത് ഹീറോയിനെയും കസിനെയും പിടിക്കാൻ വേണ്ടി വരികയാണ്. ഇവര് രക്ഷപ്പെട്ട് ഓടുകയെന്നും പറഞ്ഞ് റോട്ടിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. വല്ല കാര്യമുണ്ടോ? ഇയാൾ കാർ ഓടിച്ചെന്ന് അവരെ പിടിച്ച് കേറിനടി ഈ കാറിനകത്തെന്ന് പറയുമ്പോഴേക്കും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് വലിയൊരു പാണ്ടിലോറി അവിടെ ഉണ്ടാവില്ല, വലിയൊരു ടിപ്പർ ലോറിയിൽ ഇടിച്ച് ആളാ സ്പോട്ടിൽ ഔട്ടായി. ഇവരെ ഓടുകയാണ്. രണ്ടും ചത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും ഇവിടെ ഡാഡിയും ഹാക്കറും ചേർന്ന് വാൻ നിറയെ പണം കയറ്റിക്കഴിഞ്ഞു. ഡാഡി ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, നിങ്ങൾ പണവുമായിട്ട് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് മമ്മിയെയും മോനെയും അവിടുന്ന് പറഞ്ഞോടും. അവര് വാൻ ഓടിച്ചു വരുമ്പോൾ നമ്മുടെ അങ്കിളും മഞ്ഞപ്പുള്ളിയും വഴിയിലുണ്ടാവും. അവരെ രണ്ടുപേരെയും വണ്ടിക്കകത്ത് കയറ്റുന്നു. അങ്കിളാണെങ്കിൽ വണ്ടി കയറി പുതിയ അവതാരത്തെ കണ്ട് താനേതാ, എന്റെ അളിയൻ എവിടെയെന്ന് ചോദിക്കും. അളിയൻ അവിടെ തന്നെ നിന്നു. ഇതെന്റെ അമ്മയാണെന്ന് പറയും ഹാക്കർ പയ്യൻ. അളിയൻ എന്തിനാ അവിടെ തന്നെ നിന്ന് കളഞ്ഞ്? ഇവിടെ എന്താ സംഭവിക്കണേന്ന് മനസ്സിലാവാതെ അങ്കിള് നിൽക്കുമ്പോൾ അപ്പോഴാണ് പെമ്പിള്ളേര് 2 ഓടി വരുന്നത്. നിങ്ങളെ പിടിച്ചു വെച്ചിരുന്നവന്മാർക്ക് എന്ത് സംഭവിച്ചു, നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അവന്മാര് 2 പേരും തമ്മി തല്ലി ചത്തു കളഞ്ഞു, ഞങ്ങൾ അവരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാണ്. ഹീറോയിൻ ചോദിക്കും അവളുടെ അച്ഛൻ എവിടെയെന്ന്. അപ്പോഴാണ് ഹാക്കറുടെ അമ്മ പറയുക നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പ്രതിയാവാൻ തയ്യാറായി, ഇപ്പൊ സ്വയം ബലി കൊടുക്കാൻ വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. ഇത് കേട്ട് ഹീറോയിൻ എനിക്ക് എന്റെ അച്ഛൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, ഈ പണമെല്ലാം ആ തെണ്ടിക്ക് കൊടുത്തിട്ട് വെറും കയ്യും വീശി നമുക്ക് പോകണ്ട, ഇതിനൊരു തീരുമാനമായിട്ട് പോയാൽ മതി, എനിക്ക് എന്റെ അച്ഛനെ വിട്ടുകൊടുക്കാൻ കഴിയില്ല, നമുക്ക് ഈ പണമായി നമ്മുടെ സ്ഥലത്തേക്ക് പോകാം, അത് കഴിഞ്ഞ് വില്ലനോട് വിലപേശാം. ഇതും പറഞ്ഞവര് വാനും എടുത്ത് അവിടുന്ന് പുറപ്പെടും. എന്നാൽ ഡാഡി പോലീസിൽ പെട്ടുകഴിഞ്ഞാൽ അങ്ങനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള സംശയമാണ്. ഇവര് തിരിച്ചിങ്ങോട്ട് വന്നാലും പെട്ടുപോകും. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവർ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇവിടെ ഡാഡി തന്നെ പോലീസിന് സമർപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മോളുടെ ഫോട്ടോയൊക്കെ പേഴ്സിൽ നോക്കിയിരിക്കുമ്പോൾ കുഞ്ഞുവില്ലൻ കളിക്കാരൻ കത്തിയും ചൂണ്ടി അങ്ങോട്ട് വരുന്നു. എവിടെയാണോ എന്റെ പണം എന്ന് ചോദിച്ചിട്ട് ഡാഡി പറയും പണമെല്ലാം ലോഡ് ചെയ്ത് വാനി വിട്ടു കഴിഞ്ഞു, പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പിടികൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ആ പണത്തിന് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അപ്പൊ വില്ലൻ പറയും ആ പണവുമായിട്ട് നിന്റെ പിള്ളേരോ എന്റെ പാർട്ട്ണറോ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഒരുത്തനും ഞാൻ വെറുതെ വിടില്ല, എല്ലാവരെയും കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് ഇവൻ പോകാൻ നിൽക്കുവാണ്. അപ്പൊ ഡാഡി പറയും അവരെ പുറകെ പോകുന്നതിനേക്കാളും നല്ലത് അകത്തുള്ള ബാക്കി പണം എടുക്കുന്ന, കാരണം ആകെ 10% അവർ വണ്ടി കയറ്റി കൊണ്ടുപോയിട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാ പണവും അകത്തിരിപ്പുണ്ട്, ആ വണ്ടിക്കകത്ത് അത്രയും പണം കയറില്ല, വേണമെങ്കിൽ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഡാഡി കളിക്കാരനെ വിളിച്ചുകൊണ്ട് പോയി അകത്തുള്ള പണമൊക്കെ കാണിച്ചു കൊടുക്കുന്നു. കളിക്കാരന്റെ കണ്ണ് മഞ്ഞളിക്കും. കേറ്റ് എല്ലാം എന്റെ വണ്ടി കയറ്റ്, 5 മിനിറ്റ് എന്റെ വണ്ടിക്കകത്ത് കയറ്റണം എന്ന് പറഞ്ഞ് ഇവന് ഓടിച്ചെന്ന് 3-4 കെട്ട് ഒരുമിച്ച് പെറുക്കി വണ്ടിക്കകത്ത് കൊണ്ടുപോയി കയറ്റുന്നുണ്ട്. അവന് പണം കണ്ട ആക്രാന്തമാണ്. ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പോലീസ് വണ്ടിയുടെ സൗണ്ട് കേൾക്കുക. പോലീസ് വരുന്നുണ്ട്. കറക്റ്റ് ടൈമിംഗ് ആണെന്നും പറഞ്ഞ് ഡാഡി പുറത്ത് വരുന്ന സമയം ഈ ഡോർ ലോക്ക് ചെയ്യാനുള്ള സ്വിച്ച് അമർത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരും. വില്ലൻ ആദ്യം മനസ്സിലാവുന്നില്ല. എടോ ഡോർ അടയുന്നു തുറക്കെന്നും പറഞ്ഞ് വില്ലൻ 3 കെട്ടും എടുത്തിട്ട് ഓടി വരികയാണ് ഡോറിനടുത്തേക്ക്. അയാൾക്ക് ആദ്യം മനസ്സിലാവില്ല ഡാഡി വേണം വെച്ച് അടച്ചാന്നുള്ളത്. എടാ ഡോർ അടഞ്ഞു കിടക്കുന്നു, ഞാൻ എങ്ങനെ പുറത്തു വരും, എടോ ഡോർ തുറക്കെന്ന് പറയുന്നുണ്ട്. അവസാനം പണി കിട്ടിയെന്ന് മനസ്സിലാവുമ്പോഴാണ് സാർ ഡോർ തുറക്കൂ സാർ, ഞാൻ അകത്തുണ്ട്, കളിപ്പിക്കല്ലേ. ഡാഡി ആണെങ്കിൽ റേഞ്ചർ റോവർ കാറ് നിറച്ച് പണം അതും എടുത്ത് അവിടുന്ന് പോയി കഴിഞ്ഞു. അത് കഴിയുമ്പോഴാണ് ഈ പോലീസുകാർ വരുന്നത്. പോലീസുകാർ നോക്കുമ്പം പഴയൊരു വീട്, വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല, വിളിച്ചു പറഞ്ഞ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല, സ്കാം കോളാന്ന് വിചാരിച്ചിട്ട് അവര് പൊക്കളയും. ഇവിടെ വില്ലനാണെങ്കിൽ പെട്ടു. അയാൾ എവിടെയെങ്കിലും സ്വിച്ച് ഉണ്ടോ എന്ന് പറഞ്ഞ് തപ്പി നോക്കുക, എവിടെയും സ്വിച്ച് ഇല്ല. ഈ നേരം നമ്മുടെ അങ്കിളുടെ വാനിനെ വട്ടം വെച്ചൊരു റേഞ്ചർ റോവർ വന്ന് നിൽക്കുന്നു. പോലീസുകാരാണോ കൊള്ളക്കാരാണോ എന്ന് പറഞ്ഞ് ഇവർ പേടിച്ച് നിൽക്കുമ്പോൾ മൂട് തുറന്ന് കാണിക്കും ആ കാറ് നിറച്ചും പണം. ഇവർക്ക് മനസ്സിലാവില്ല. ഇറങ്ങി ചെല്ലുമ്പോൾ ഡാഡി സ്റ്റൈലായിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വരുന്നുണ്ട്. നിങ്ങളെക്കാളും പണം ഞാൻ എൻ്റെ വണ്ടിയിൽ എടുത്തിട്ടുണ്ട്. ഡാഡി രക്ഷപ്പെട്ട സന്തോഷം മോൾക്കും. രണ്ടുപേരും പരസ്പരം നോക്കി ചിരിക്കുന്നു. ഇവിടെ വില്ലനാണെങ്കിൽ പഴയ ഏതോ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ഹലോ ബ്രദർ സുഖല്ലേ, എന്നെ ഓർമ്മയൊക്കെ ഉണ്ടോ, നിന്റെ കൂട്ടത്തിൽ ഒരു സേഫ് തുറക്കുന്ന കള്ളനില്ലേ, അവനിപ്പോൾ എവിടെയാ, അവനൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ ആ കൂട്ടുകാരൻ പറയും ഇല്ലടാ അവൻ പിടിക്കപ്പെട്ടു, ഇപ്പൊ ജയിലിലാണെന്ന്. അപ്പൊ വില്ലൻ ചോദിക്കുകയാണ് എത്ര നാളുണ്ടാവും അവന്റെ ശിക്ഷ? 6 വർഷം. 6 വർഷം കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങുള്ളൂ. 6 വർഷം എനിക്കിവിടെ കാത്തിരിക്കാൻ പറ്റില്ല, 3 ദിവസം
കഴിയുമ്പോൾ ഞാൻ ചത്തുപോകും. ഇവൻ ഇത്രയും വലിയ പണി പ്രതീക്ഷിച്ചില്ല, ഞാനും പ്രതീക്ഷിച്ചില്ല. വളരെ സിമ്പിളായിട്ട് ഡാഡി കൊടുത്ത പണിയാത്. ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ശ്വാസം മുട്ടിച്ചാകും, അല്ലെങ്കിൽ ഇവൻ്റെ മേടം കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊന്നുകളയും. മേടത്തിനോട് എന്ത് പറയണമെന്ന് ഇവൻ അറിയില്ല. എന്നാലും ആകെയുള്ള പ്രതിവിധി മേടത്തിനെ വിളിക്കാനാണ്. ഇവൻ ഒരുപാട് തവണ വിളിക്കുന്നുണ്ട്. പെണ്ണ് കുളിക്കായിരുന്നുകൊണ്ട് ഇവൻ്റെ മിസ് കോൾ കണ്ടില്ല. തിരിച്ച് വിളിക്കുമ്പോൾ ഇവൻ്റെ മൊബൈലിലെ ചാർജ് ആയിരുന്നു, അത് ഓഫായും പോയി. അവനിപ്പോൾ മുഴുഭ്രാന്തനായിരിക്കുക. അങ്ങനെ അവിടെ നിന്ന് സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ നമ്മുടെ മഞ്ഞപ്പുള്ള തുണിയൊക്കെ മാറി ബാങ്കിൽ കുറെ പൈസയൊക്കെ ഇട്ട് അതിന്റെ സന്തോഷത്തിൽ തുള്ളിച്ചാടി വരുമ്പോൾ പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിക്കുന്ന ശബ്ദം കേട്ട് ഇയാൾ ഞെട്ടിപ്പോവും, ഷോക്കായി പോവും. അപ്പോഴാണ് പഴയ ഓർമ്മകളൊക്കെ വരിക. ഇയാൾക്ക് പണ്ട് നടന്നൊരു ആക്സിഡന്റ്, അതിലൂടെ പഴയ കാര്യങ്ങളെല്ലാം ഇയാൾ മറന്നുപോയി. പിന്നീട് ഓർമ്മ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും മറന്നൊരു കുഞ്ഞുകുട്ടിയായിട്ടാണ് ഇയാൾ പുനർജനിക്കുന്നത്. ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ മണ്ടനായി മാറി. ഇപ്പൊ വീണ്ടും ഒരു ആക്സിഡന്റ് കണ്ട് പഴയ ഓർമ്മകളൊക്കെ പുള്ളിക്ക് തിരിച്ചു വരുമ്പോഴാണ് പുള്ളി ആരായിരുന്നു എന്ന് മനസ്സിലാവുക. ഇങ്ങേരൊരു നാടറിയപ്പെട്ട ഫേമസ് വക്കീലായിരുന്നു. ഏതൊരു പ്രധാനപ്പെട്ട കേസ് അന്വേഷിക്കുന്ന സമയത്ത് പുള്ളിക്കാരന്റെ കയ്യിൽ രഹസ്യ വിവരങ്ങൾ അടങ്ങിയ ഒരു പെൻഡ്രൈവ് കിട്ടിയിരുന്നു. അതും എടുത്തിട്ട് പോകുമ്പോഴാണ് ആക്സിഡന്റ് സംഭവിക്കുന്നത്. എന്നാൽ ആ പെൻഡ്രൈവ് ഇയാൾ വില്ലന്മാരുടെ കൈകളിലേക്ക് എത്തിച്ചിട്ടില്ല. ഇയാളുടെ കയ്യിൽ തന്നെ വീട്ടില് ഷൂസിനകത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുള്ളി പുറത്തേക്ക് എടുക്കും. അതിനകത്താണ് വലിയൊരു കമ്പനിയെ പറ്റിയുള്ള ഒരുപാട് ഫ്രോഡ് വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത്. സീൻ കട്ട് ചെയ്താൽ നമ്മുടെ മാമന് ചുറ്റും നിറച്ചും പത്രക്കാർ. അങ്ങേര് സ്വഭാവത്തിൽ തിരിച്ചു വന്നിരിക്കുകയല്ലേ, കേസ് വാദിക്കാൻ പോവുക. നിങ്ങൾ ഇത്രയും കാലം എവിടെയായിരുന്നു സാറെന്നും ചോദിച്ചിട്ട് പത്രക്കാരൻ നടപ്പുണ്ട്. ഈ സീനെല്ലാം TV കണ്ട് നമ്മുടെ പെമ്പിള്ളേര് ഞെട്ടിപ്പോവും. ഇത് നമ്മുടെ അയൽ വീട്ടിൽ താമസിച്ചിരുന്ന മഞ്ഞപ്പുള്ളിയല്ലേ, ആ മണ്ടനാണോ അത്? ടിങ് ടോങ് എന്ന് കോളിംഗ് ബില്ല് അടിക്കുന്നു. തുറന്നു നോക്കുമ്പോൾ സ്റ്റൈലായിട്ടൊരു മനുഷ്യൻ. ഓ മൈ ഗോഡ്. പുള്ളിക്കാരൻ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുക. ഞാനിവിടെ അയൽപ്പക്കത്ത് തന്നെയാണ് താമസിക്കുന്നത്. വെറുതെ ബോറടിച്ചപ്പം നിങ്ങളൊരു ഡേറ്റിന് കൊണ്ടുപോകാന്ന് വിചാരിച്ചു, വരാൻ സമ്മതമാണെന്ന് ചോദിച്ചിട്ട് ഹീറോയിനെ വിളിക്കും. അങ്ങനെ അവര് തമ്മിൽ ലിങ്കോൾഫി ആവുമ്പോൾ ഇവിടെ കാവക്കാരൻ ഡോർ തുറന്നു നോക്കുകയാണ്. കുഞ്ഞുവില്ലൻ കളിക്കാരനെ കണ്ടു. അവൻ എത്രയും പെട്ടെന്ന് വലിയ മേഡത്തിനെ വിളിക്കുന്നു. വലിയ മേഡം വന്ന് നോക്കുമ്പോൾ 1-2 ആഴ്ചയായെന്ന് തോന്നുന്നു. എല്ലൊട്ടിയൊരു രൂപം, ഭയങ്കര മണവും ഉണ്ട്. ഡാർലിംഗ്, നിനക്ക് ഞാൻ എത്ര തവണ വിളിച്ചു, എന്നെ വിശ്വസിക്കണം. എന്നെ 2-3 ആൾക്കാർ പറ്റിച്ച് ഇവിടെ പൂട്ടിയിട്ടതാ. നീ ഇത് മനസ്സിലാക്കുമല്ലോ എന്ന് പറയുമ്പോഴേക്കും ആ ലേഡി വലിയ മുട്ടിയും കൊണ്ട് അവനെ തല്ലിക്കൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഹീറോയിനും ഫാമിലിയും അവരുടെ ലൈഫ് കാണിക്കുകയാണ്. ഇവരെല്ലാവരും ചേർന്ന് പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കുള്ള റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിലെ ജോലിയൊക്കെ ചെയ്ത് സമാധാനപൂർവ്വം സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ വക്കീലണ്ണൻ ഒരടിപൊളി ഫാൻസി കാറിൽ ഇവരെ കാണാൻ വരുന്നത്. നിങ്ങളെല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരു റൈഡ് പോയാലോ? നിങ്ങൾ അത്രയും വിലപിടിപ്പുള്ള കാറൊന്നും ഞങ്ങളുടെ കയ്യിലില്ലെങ്കിലും പാവപ്പെട്ടവരുടെ ചെറിയ വണ്ടികളുണ്ടെന്നും പറഞ്ഞ് ഈ കുഞ്ഞിലെ നമ്മൾ ഉരുട്ടിക്കളിക്കാൻ കുറെ വണ്ടികൾ വാങ്ങിക്കില്ലേ, അതുപോലത്തെ വലിയ വലിയ കാറ്. അതെല്ലാവർക്കും ഓരോന്ന് വീതമുണ്ട്. എല്ലാവരും ഓരോന്ന് എടുത്തിട്ട് ദൂരെ എങ്ങോട്ടോ ഒരു റൈഡ് പോവാണ്. പോകുന്ന വഴി മറ്റേതോ ഒരു ഗ്യാങ്സ്റ്റർ ആരും അറിയാതെ ഒരു വലിയ സേഫിൽ ഒരുപാട് സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട് എന്നിവര് പരസ്പരം പറയുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വേട്ട അടുത്ത പാർട്ടിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ വെച്ച് കേറ്റ് എന്ന ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.